നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ ഈ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വിനീതമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് എത്തി നോക്കാം. നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തി തോറ്റിരിക്കുന്നു. നിങ്ങളെ അകറ്റി നിർത്തിയത് മണ്ടത്തരമായി പോയി എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതെ, തീർച്ചയായിട്ടും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിലുള്ള പൊരുത്തക്കേടുകളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ, വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വായന ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ ഫലവത്തായത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോടുകൂടി തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് കേവലം നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണ വ്യക്തികളെ പോലെയാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ വിചാരിച്ചിരുന്നത്. എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും തന്നെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ പോകുന്നതുമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങളും തെറ്റിപ്പോയി എന്നാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ആശ്ചര്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളുടെ സ്നേഹത്തിൽ യാതൊരു തരത്തിലും കളങ്കവും ഈ ഒരു സാഹചര്യത്തിൽ പോലും വന്നിട്ടില്ല. എത്രമാത്രം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോഴും ഈ ഒരു ബന്ധം അവസാനിക്കും, അല്ലെങ്കിൽ ഇതോടുകൂടി ഇത് അവസാനിച്ചു എന്ന് നിങ്ങൾ ഇരുവരും വിചാരിച്ചേക്കാം. ഒരു പക്ഷേ ഈ വ്യക്തിയായിരിക്കാം അധികമായി വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കലുമല്ല, ഈ ബന്ധം എവിടെയും അവസാനിക്കുകയില്ല. വീണ്ടും വീണ്ടും ഒരു തുടർക്കഥ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും തന്നെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമല്ല. യാദൃശികമായി തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ സംഭവിച്ചു പോകുന്നതാണ്. ഇവിടെ പലതരത്തിലുള്ള സൂക്ഷ്മ ശക്തികൾ നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ മനസ്സിൽ ഇത്രേ കാലം മനസ്സിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടന്നിട്ടുള്ള 1000 ആഗ്രഹങ്ങൾ, അതെല്ലാം തന്നെ ഫലവത്തായിട്ടുള്ളത് നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി മാത്രമാണ്. നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ദേവതയോ ദേവനോ തന്നെയാണ്. കാരണം നിങ്ങളുടെ ഊർജം അത്രമേൽ ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായിട്ടും പോസിറ്റിവിറ്റിയിലേക്ക് വഴി തെളിയിച്ച് കൊണ്ടുവിടാനും സാധിച്ചതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നാളേക്ക് വേണ്ടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒറ്റയ്ക്കല്ല, നിങ്ങളുമൊത്തുള്ള ഒരു ഭാവിയെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു കാരണവശാലും, അതായത് ഇപ്പോൾ മനുഷ്യരാണെങ്കിൽ ഭൂമിയിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന മീനിനാണെങ്കിലോ, മത്സ്യത്തിന് തീർച്ചയായിട്ടും ഭൂമി പറ്റില്ല, അല്ലേ? അത് കടലിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിക്ക് ഈ ഒരു ഭൂമിയിൽ ഇനി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ. നിങ്ങളുടെ ആ ഒരു പരിചരണയും സ്നേഹവും അതുപോലെ നിങ്ങളുടെ ശ്രദ്ധയും കെയറിങ്ങും എല്ലാം ഈ വ്യക്തിക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ലഭിക്കുകയുള്ളൂ. മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള വഴികളും ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം, അതിന് പകരമായി വേറെ എന്തൊക്കെ അവിടെ പ്രതിഷ്ഠിപ്പിക്കാം എന്നുള്ള തന്ത്രപ്പാടിലായിരുന്നു ഈ പേഴ്സൺ കുറെ കാലം. പക്ഷെ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആൾക്കാരൊക്കെയും ഈ വ്യക്തി പ്രതിഷ്ഠിപ്പിച്ചിട്ട് പോലും മനസ്സിൽ യാതൊരു തരത്തിലുള്ള പൂർണ്ണതയും ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പരിപൂർണതയിലേക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കുവാനോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുവാനോ പരിപോഷിപ്പിക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ തന്നെ ഈ വ്യക്തിയെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ ഈ മാറ്റങ്ങളെ ആദ്യമൊക്കെ ഈ പേഴ്സന് യാതൊരു കാരണവശാലും അത് അംഗീകരിക്കുവാനോ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനോ സാധിച്ചിരുന്നില്ല. പക്ഷെ എപ്പോഴാണോ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലാതെയായത്, അപ്പോൾ മുതൽ തൊട്ടാണ് ഈ വ്യക്തി ഓരോ പരീക്ഷണങ്ങളിലും ഏർപ്പെടുവാൻ തുടങ്ങിയത്.
അത് കാലത്തിന്റെ പ്രതികാരമായിരുന്നു. നിങ്ങളുടെ മനസ്സ് വേദനിച്ചതിന്റെ തിരിച്ചടിയായിരുന്നു. അത് ആദ്യമൊന്നും ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ പോലും മുന്നോട്ടുള്ള ജീവിത സായാഹ്നത്തിൽ ഈ വ്യക്തി അതെല്ലാം മനസ്സിലാക്കിയതായി നമുക്കിവിടെ കാണാം. ഇവിടെ തീർത്തും ഈ പേഴ്സൺ പല വ്യക്തികളിൽ നിന്നും ഓടി ഒളിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റു പലവരുമായി സംസാരിക്കുവാനോ സൗഹൃദം പുലർത്തുവാനോ മറ്റുള്ളവരുമായി തുറന്ന് സംസാരിക്കുവാനോ ഈ വ്യക്തി ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സംതൃപ്തിയോടുകൂടി ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. കാരണം അവിടെ എല്ലാം നിങ്ങളുടെ ഒരു പ്രസൻസ്, നിങ്ങളുടെ ഒരു സാന്നിധ്യം, കയ്യൊപ്പ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ യാതൊരു കാരണവശാലും ഈ വ്യക്തി ശ്രമിച്ചിട്ട് മറികടക്കാനാകുന്നില്ല. ഇത് മാറ്റിയെടുക്കുവാൻ തന്നെ ഒരുപക്ഷെ ഈ വ്യക്തി വിദേശത്ത് തന്നെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി ആയിരുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് മാറി താമസിച്ചിട്ടുണ്ടാകാം, വേറൊരു ഊർജത്തിലേക്ക് ആശ്രയിച്ച് തേടിപ്പോയിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നും ഒന്നും ഈ വ്യക്തിക്ക് സംതൃപ്തി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. വേറെ ആരുടെ അടുത്തും ഈ വ്യക്തിക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ എന്തോ ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു ഊർജം പ്രവഹിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അത് ഈ വ്യക്തിയുടെ സോള് തന്നെയാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അതിലൂടെ ഒരുപാട് അറിവും ഒരുപാട് തിരിച്ചറിവുകളും അതുപോലെ താഴ്മയായിട്ടുള്ള മനസ്സും നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കണം എന്നുള്ള ചിന്താഗതിയും എല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് തന്നെയാണ്. സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യുമെന്നാണ് ഏഞ്ചലിന്റെ മാലാഖമാരുടെ മെസ്സേജ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഇത് മെച്ചപ്പെടുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു അവസ്ഥയെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ റിക്കവറിയാണ്. ഉറപ്പായിട്ടും ഒരു കേടായി പോയ ഒരു കാര്യം അല്ലെങ്കിൽ ചീത്തായി പോയ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും? അത് ശരിയാക്കി എടുക്കും അല്ലേ? അതുപോലെ തന്നെ ഇവിടെ സൂക്ഷ്മ ശക്തികളും നമ്മുടെ മാലാഖമാരും പ്രപഞ്ച ശക്തിയും എല്ലാം കൂടി ചേർന്ന് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാകും. വൈകാരികമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കും. വളരെയധികം കരച്ചിലും അതുപോലെ അടക്കാനാകാത്ത സന്തോഷവും ഇതെല്ലാം തന്നെ നിങ്ങൾക്കിടയിൽ വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പുനരുദ്ധാരണമാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇവിടെ ധാരാളം പ്രണയമുണ്ട് നിങ്ങൾക്കിടയിൽ. അതെപ്പോഴും പച്ചക്കൊടി തന്നെയാണ്. കാരണം പ്രണയമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അതുപോലെ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറയാനും ആരെ കൊണ്ടും ആവില്ല. കാരണം ഒരു പച്ചയായ ആത്മാർത്ഥമായ പ്രണയം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അതിന്റെ ചുറ്റിനും ഒരുപാട് അഭിനയം കാഴ്ചവെച്ചതുകൊണ്ടോ കള്ളങ്ങൾ പറഞ്ഞു മറച്ചു വെച്ചതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. ആ ഒരു സത്യമാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റാരെങ്കിലും ഈ വ്യക്തി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സ്വീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. എന്നെ കൊണ്ട് പറ്റും, ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ മറക്കാൻ പറ്റും എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കാം ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ യാതൊരു കാരണവശാലും ഈ വ്യക്തിയെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്നുള്ള ഒരു പച്ചയായ സത്യമാണ് ഈ വായനയിലൂടെ പുറത്തേക്ക് വരുന്നത്. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒക്കെയും നിങ്ങളുടെ മുഖമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത്. പിന്നെ എങ്ങനെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയും? വേറെ ജീവിതത്തിലേക്ക് പോകാൻ കഴിയും? ഇനി അഥവാ പോയാൽ തന്നെ അതൊരു താൽക്കാലികമായ ഒരു പോക്ക് മാത്രമായിരിക്കും. വീണ്ടും തിരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്ന് അടിയറവ് വെക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ, നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ, നിങ്ങളുടെ സോൾ കണക്ഷന് മുന്നിൽ ഈ വ്യക്തി തോറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ധാരാളം വ്യക്തികൾ വന്ന് ചേർന്നിട്ടുണ്ടാകാം. മറ്റു വ്യക്തികൾക്കൊക്കെ ഈ പേഴ്സൺ ഒരുപക്ഷെ ഒരു നേരം പോക്ക് എന്നുള്ള രീതിയിൽ, ഒരു നേരം പോക്കിന് വേണ്ടി മാത്രം മറ്റുള്ളവരായിട്ടൊക്കെ കണക്ഷൻ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം, പ്രണയം അഭിനയിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. അങ്ങനെ കുറച്ച് മോശപ്പെട്ട പ്രവർത്തികളൊക്കെ ചെയ്ത ഒരു പേഴ്സണും കൂടിയാണ് ഈ വ്യക്തി. പക്ഷെ എന്നു മുതലാണ് ഈ ഒരു വ്യക്തി നല്ല മനുഷ്യനായി തീർന്നത് എന്ന് ചോദിച്ചാൽ അത് തീർത്തും നിങ്ങളുടെ വരവോട് കൂടി തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഒരിക്കലും ഈ പേഴ്സൺ നഷ്ടപ്പെടുത്തി കളയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എപ്പോഴാണോ നിങ്ങളെ നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ സാന്നിധ്യം നഷ്ടപ്പെടുന്നത്, അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതം താളം തെറ്റിത്തുടങ്ങും.
അതുറപ്പാണ്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. അതെ, നിങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള ചില പരീക്ഷണങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ ഈ വ്യക്തി ആ ഒരു സന്ദർഭത്തിൽ വെച്ച് തന്നെ ഒളിച്ചോടി പോയി കളഞ്ഞു. അതായത് നിങ്ങൾക്ക് മുന്നിൽ നിന്നും പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി പോയി കഴിഞ്ഞു. അപ്പോൾ അത് തീർത്തും നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഈ പേഴ്സൺ പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്താപവും മര്യാദകേടുമാണ് ഈ പേഴ്സൺ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ അതിനോട് ഈ വ്യക്തിക്ക് നീതി പുലർത്താൻ സാധിച്ചില്ല എന്നുള്ള കുറ്റബോധം ഈ വ്യക്തിയെ ഓരോ നിമിഷവും കാർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. അതെ, നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു അത്രയും ഒരു സ്നേഹത്തിന്റെ ആ ഒരു ആഴമേറിയ സ്നേഹം അത് വേറൊരു കണക്ഷനിലും ഈ വ്യക്തിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെയധികം പച്ചയായ സത്യമാണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ കൂടിയാണ്. വാക്കുകളേക്കാൾ ഉപരി തിരിച്ചറിവുകളാണ് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ വ്യക്തിയുടെ ഓരോ പ്രവൃത്തിയെയും ചിന്തകളെയും ആഗ്രഹങ്ങളെയും എല്ലാത്തിൽ തന്നെ നല്ല രീതിയിലുള്ള വലിയൊരു വ്യത്യാസമാണ് കൊണ്ടുവരുന്നത്. സംസാര രീതിയാണെങ്കിൽ പോലും വളരെ താഴ്മയോട് കൂടിയും നന്ദിയോട് കൂടിയും സ്നേഹത്തോടു കൂടിയുമുള്ള ഒരു സംസാര രീതിയാണ് വരുവാൻ പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു മാറ്റമാണ് ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത്. പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിനേക്കാൾ ഉപരി വലിയൊരു മാറ്റങ്ങൾ കൂടിയാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.